അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സർവമത സത്യവാദം അല്ലെങ്കിൽ സർവവേദ സത്യവാദം. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പരിശുദ്ധ ഖുർആനിന് പറയാനുള്ളത് എന്ന ഒരു ചിന്തയാണ്. ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്, മുസ്ലിം സമൂഹം ഒരു പ്രബോധക സംഘമാണ്. ഏതൊരു മനുഷ്യൻ ഷഹാദത്ത് ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നാലും ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആ ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രബോധിത സമൂഹത്തെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. ഒരുപാട് മതങ്ങളും ഇസങ്ങളും ഉൾപ്പിരിവുകളുമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ ലോകത്ത് തന്നെ ഇത്രയും വൈവിധ്യമാർന്ന ഒരു സമൂഹം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് ദീൻ എത്തിക്കണമെങ്കിൽ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച വ്യക്തത നമ്മൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഈ ഒരു സർവമത സത്യവാദം അല്ലെങ്കിൽ സർവവേദ സത്യവാദം, അടിസ്ഥാനപരമായി ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. മറ്റു മതസ്ഥരായ ആളുകൾ ഈ ഒരു കാര്യം പറയുന്നത് നമുക്കത് മനസ്സിലാക്കാം. കാരണം അവർക്ക് ആത്യന്തികമായി വേദപരിജ്ഞാനമോ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള അറിവോ വ്യക്തമായിട്ട് ഇല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഇന്ന് മുസ്ലിം സമൂഹത്തിലുള്ള ഒരു പ്രശ്നം, അതിലെ വലിയ പണ്ഡിതന്മാർ മുതൽ സാധാരണക്കാർ വരെ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ആശയത്തെ പിൻപറ്റുകയും അറബി പേരുള്ള ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം സംഘടനകളിലുള്ള പണ്ഡിതന്മാർ വരെ, കാര്യമായ പ്രവർത്തകർ വരെ ഇതിൻ്റെ വക്താക്കളായി തീരുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഗൗരവം വേറെന്തുണ്ട്? അപ്പോൾ കൃത്യമായി ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച ഒരു നിലപാട് നമുക്കുണ്ടായിരിക്കണം. കാരണം ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായൊരു വ്യത്യാസം, ഇസ്ലാം എന്നുള്ളത് അത് വിശദീകരിക്കാം, അത് ദൈവികമാണ്. വിവിധ കാലഘട്ടങ്ങളിൽ ദൈവദൂതന്മാരിലൂടെ വേദങ്ങളിലൂടെ പടച്ചവൻ പഠിപ്പിച്ചിട്ടുള്ള ആദർശമാണ്. എന്നാൽ മറ്റുള്ള മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദൈവദൂതന്മാർക്ക് ശേഷവും ആ ദൈവദൂതന്മാരെ തന്നെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അവരിലെ മഹത്തുക്കളായ ആളുകളെയോ അല്ലെങ്കിൽ ശക്തിവ്യക്തി വസ്തുക്കളെയോ ആരാധിച്ചുകൊണ്ട് ഓരോ ദൈവദൂതന്മാർക്ക് ശേഷവും ഉടലെടുത്ത മതങ്ങളാണ് മറ്റുള്ള എല്ലാ ആശയങ്ങളും. അപ്പോൾ ഒന്ന്, സർവേശ്വരനായ മനുഷ്യരുടെ സൃഷ്ടാവായ പടച്ചവനെ മാത്രം ആരാധിക്കുന്ന ഒരു ആദർശവും മറ്റുള്ളതൊക്കെ തന്നെ ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആദർശങ്ങളുമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ എത്ര മതങ്ങളുണ്ട് എന്ന് ഇവിടെ ഒരു ചോദ്യമിട്ടാൽ ഒരുപാട് ഉത്തരങ്ങൾ വരും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ളത് രണ്ട് മതങ്ങളാണ്. ഒന്ന്, സൃഷ്ടാവിനെ, പ്രപഞ്ച സൃഷ്ടാവ്, മനുഷ്യരുടെ സൃഷ്ടാവ് ആയിട്ടുള്ള ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ, ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു മതവും ജീവിതക്രമവും, മറ്റൊന്ന് ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മറ്റുള്ള മതങ്ങളും. ഒരാൾ മുഹമ്മദ് നബി ആരാധിച്ചാലും, ബുദ്ധീശേഖിനെ ആരാധിച്ചാലും, യേശുവിനെ ആരാധിച്ചാലും, ശ്രീരാമനെ ആരാധിച്ചാലും, ശ്രീബുദ്ധനെ ആരാധിച്ചാലും, ശവകുടീരത്തെ ആരാധിച്ചാലും, വിഗ്രഹത്തെ ആരാധിച്ചാലും, കുരിശിനെ ആരാധിച്ചാലും ഒക്കെ ഒരുപോലെയാണ്. അതാണ് ബഹുദൈവ വിശ്വാസവും എന്നുള്ള ഒരു മതവും ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ മറ്റൊരു മതവുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിലവിലുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം മനുഷ്യരെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഇൻസാനിയത്ത് എന്താണെന്ന് മനസ്സിലാകാതെ ഇസ്ലാം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഖുർആനിലെ സമൂഹ സങ്കല്പവും ഈ ആളുകൾ ഉണ്ടാക്കി തീർത്ത മതസമുദായവാദവും എന്താണ് എന്നുള്ളത് ഉള്ള ഒരു വ്യക്തതയും വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങൾ
ഒന്ന് വ്യക്തമാവുക. അപ്പോൾ ആമുഖമായി മറ്റൊന്ന് പറയാനുള്ളത്, ഈ സർവമത സർവവേദ സത്യവാദക്കാർക്ക് മറുപടി പറയലല്ല ഈ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശം. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിൽ നിന്ന് അവരുടെ വാദങ്ങൾക്ക് നമ്മൾക്ക് പെട്ടെന്ന് മറുപടി കണ്ടെത്തുവാൻ സാധിക്കും എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ആരാണ് മനുഷ്യൻ? അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ് സൂറത്ത് ഹുജറാത്തിലെ 13-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന ഹലക്കനാക്കും മിൻ ദക്കരിൻ വ ഉൻസ, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാകുന്നു. വജഅൽനാക്കും ശുഊബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളെ വിവിധ പ്രദേശത്തുകാരും വിവിധ കുടുംബച്ചാർച്ചയുള്ളവരുമാക്കി തിരിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മതപരമായല്ല അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ എന്ത് ചെയ്തിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്. മറിച്ച് നമ്മൾ ജനിച്ച കുടുംബപരമായിട്ടുള്ള സവിശേഷതയും ആ ജനിച്ചു വീണ നാടിൻ്റെ സവിശേഷതയും, അങ്ങനെ ജനപദങ്ങളായും കുടുംബച്ചാർച്ചയുള്ളവരുമായിട്ടാണ് അള്ളാഹു നമ്മളെ മനുഷ്യരെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഖദ് അദ്ഹബ അൻകും ഉബ്ബിയത്തൽ ജാഹിലിയ, ജാഹിലിയത്തിൻ്റെ എല്ലാവിധ കുടിപ്പകകളും അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു കളഞ്ഞിരിക്കുന്നു. വ ഫഖ്റുഹ ബിൽ ആബാ, തറവാടിത്തത്തിൻ്റെ പേരിൽ പൂർവ്വപിതാക്കളുടെ പേരിൽ ഉള്ള അഭിമാനം ദുരഭിമാനവും അള്ളാഹു എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇന്നമാഹുവ മുഅ്മിനുൻ തഖിയുൻ, മനുഷ്യരിലുള്ളത് ആകെ 2 വിഭാഗമാണ്. ഇന്നമാഹുവ മുഅ്മിനുൻ തഖിയുൻ, ഒന്ന് ദൈവകൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ, വിശ്വാസിയായ ഒരു മനുഷ്യൻ. ഔ ഫാജിറുൻ ഷഖിയുൻ, ദൗർഭാഗ്യവാനായ ഫാജിർ തമ്മാടിയായ മനുഷ്യനും. അപ്പോൾ ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസിയായ ഒരു മനുഷ്യരും അതോടൊപ്പം തന്നെ മനുഷ്യരിലുള്ളത് ഈ ദൈവധിക്കാരം കാണിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കുന്ന മനുഷ്യരുമായി കൊണ്ട് മാത്രമാണ് മനുഷ്യരിൽ 2 വിഭാഗമായി അള്ളാഹു സുബ്ഹാനഹു തആല തിരിച്ചിരിക്കുന്നത്. അന്നാസു കുല്ലുഹും ബനു ആദം, മനുഷ്യർ മുഴുവനും ആദമിൻ്റെ മക്കളാകുന്നു. വ ആദം ഖുലിഖ മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് ദേശവ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യരൊക്കെ തന്നെ സഹോദരങ്ങളാണ് എന്നുള്ളത് ആണ് ഇസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത്. അവരിൽ ആകെ 2 വിഭാഗത്തെ മാത്രമേ അള്ളാഹുവും റസൂലും നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നുള്ളൂ. അതായത് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം, അതിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്ന മറ്റൊരു വിഭാഗം. അപ്പോൾ ഈ മനുഷ്യർക്ക് അവരുടെ സൃഷ്ടാവ് നൽകിയിരിക്കുന്ന ജീവിത വ്യവസ്ഥ എന്താണ്? ഇപ്പോൾ ഏതൊരു സൃഷ്ടിക്കും, ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫറോവ ചോദിച്ചല്ലോ, നിങ്ങളുടെ റബ്ബ് ആരാണ് എന്ന്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാത്തിനും സൃഷ്ടിപ്പ് നൽകുകയും അതിന് ഹിദായത്ത് നൽകുകയും ചെയ്യുന്നവനാകുന്നു എൻ്റെ റബ്ബ്. അപ്പോൾ സൃഷ്ടാവിൻ്റെ ബാധ്യതയാണ് സൃഷ്ടികൾക്ക് ഹിദായത്ത് നൽകുക, സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇന്ന അലൈന ലൽ ഹുദ, തീർച്ചയായും ഹിദായത്ത് നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള മോക്ഷമാർഗം അവർ സ്വയം ആലോചിച്ച് ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒരു സംഗതിയല്ല, മറിച്ച് സൃഷ്ടാവിൽ നിന്ന് അവർക്ക് വന്നു ചേരേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം അത് നിങ്ങൾക്ക് വന്നെത്തും. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആ മാർഗദർശനത്തെ, ആ വഹയിനെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ആദർശപരമായ നിലപാടിനെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്കറയുടെ 213-ാമത്തെ ആയത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എപ്പോഴാണ് ഈ മതം അത് ആവിർഭവിച്ചത് എന്നും എന്തായിരുന്നു മനുഷ്യർക്ക് അതിനോടുള്ള നിലപാടുകളെന്നും കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല അതിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു വിളിക്കുവാൻ എന്താണ് ചെയ്തത് എന്നുമൊക്കെ കൃത്യമായി ആ ഒരൊറ്റ ആയത്തിൽ തന്നെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമൂഹം ഒരൊറ്റ ആദർശ സമൂഹമായിരുന്നു. നമുക്കറിയാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 10 തലമുറകൾ അത് കൃത്യമായി ദീനിൽ അടിയുറച്ച് ജീവിച്ച തലമുറകളായിരുന്നു. അതിനുശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിയോഗിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ജനങ്ങൾ ബഹുദൈവ വിശ്വാസത്തിലേക്ക് മാറി ചിന്തിക്കുകയും
അങ്ങനെ സത്യവിശ്വാസികൾക്കിടയിൽ ഒന്നാമതായി ഫിർഖത്ത് ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് ഒരുപാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദൈവദൂതന്മാർക്ക് ശേഷവും അതിൽ ആ ദൈവദൂതന്മാർ കൊണ്ടുവന്ന ആദർശത്തിൽ കലർപ്പുണ്ടാക്കുകയും അങ്ങനെ ബഹുദൈവ ആരാധനയിലോടുകൂടി മറ്റൊരു വിഭാഗമായി ജനങ്ങൾ വിഘടിച്ച് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഫബഅസ അല്ലാഹു നബിയ്യീന മുബശ്ശിരീന വ മുൻദിരീന, അങ്ങനെ ജനങ്ങൾ ഭിന്നിച്ചപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ബഅസ അല്ലാഹു നബിയ്യീന മുബശ്ശിരീന വ മുൻദിരീന, പ്രവാചകന്മാരെ നിയമിച്ചു. സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിക്കൊണ്ട് പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചു. വ അൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്, അവരോടൊപ്പം യാഥാർത്ഥ്യം വ്യക്തമാക്കിക്കൊണ്ട് വേദങ്ങളും അവതരിപ്പിച്ചു. ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫു ഫീഹി, ജനങ്ങൾ ഏത് കാര്യത്തിലാണോ ഭിന്നിച്ചിരിക്കുന്നത് ആ ഭിന്നതയിൽ ഉള്ള ക്ലാരിറ്റി വരുത്തുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി വേദങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതുഹു മിൻ ബഅദി മാ ജാഅത്തുൽ ബയ്യിനാതു ബഗിയൻ ബൈനഹും, ഓരോരുത്തരും ഭിന്നിച്ചത് അവർക്ക് കൃത്യമായി ഈ വേദവിജ്ഞാനം വന്നു കിട്ടിയതിന് ശേഷം തന്നെയാണ് ഈ ആളുകളൊക്കെ തന്നെ ഭിന്നിപ്പിലായത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബഗയം ബൈനഹും, അവർ തമ്മിലുള്ള ഒരു കുടിപ്പക അല്ലെങ്കിൽ മനസ്സിൻ്റെ ഏറ്റവും ദുഷിച്ച കണ്ടുകൂടായ്മ അല്ലെങ്കിൽ ആ ഒരു വെറുപ്പ് ബഗയ് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഫഹദല്ലാഹുല്ലദീന ആമനൂ ലിമഖ്തലഫു ഫീഹി മിനൽ ഹഖ് ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി സത്യവിശ്വാസികൾ അള്ളാഹു സത്യത്തിലേക്ക് വഴി നടത്തി. വല്ലാഹു യഹ്ദി മൻ യശാ ഇലാ സിറാത്തി മുസ്തഖീം, അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ജനങ്ങൾ ഒരൊറ്റ ആദർശ സമൂഹമായിരുന്നു എന്നും അവർ ഭിന്നിച്ചപ്പോൾ ആണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കുകയും അവരിലൂടെ വേദങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തത് എന്നാണ് ഈ ഒരു ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. പിന്നീട് സൂറത്ത് ഷൂറ 13 മുതലുള്ള ആയത്തുകൾ അള്ളാഹു ആദ്യ ജനതയായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും തുടർന്ന് ഏറ്റവും അവസാനത്തെ ജനതയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതക്കും നൽകിയിരിക്കുന്ന ശരീഅത്തിനെ സംബന്ധിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വ മൂസ വ ഈസ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആദ്യം പറഞ്ഞു, നാം നൂഹിനോട് കൽപ്പിച്ചതും താങ്കൾക്ക് വെളിപാട് നൽകിയതും ഇബ്രാഹിം, മൂസ, ഈസ എന്നിവരോട് ശക്തമായി ഉപദേശിച്ചതുമായ ഈ ജീവിത വ്യവസ്ഥയെ താങ്കൾക്കും നാം നിയമമാക്കിയിരിക്കുന്നു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരിക്കുന്ന ശരീഅത്ത് എന്നുള്ളത് അത് പുതിയൊരു ശരീഅത്തല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇബ്രാഹിം നബി, മൂസ നബി, ഈസാ നബി തുടങ്ങിയിട്ടുള്ള വിവിധ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ശരീഅത്ത് എന്താണോ അത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദൈവദൂതന്മാരിലൂടെ വന്നിരിക്കുന്ന ഈ ഒരു ധാരയെ കൃത്യമായി നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. വമാ തഫറഖു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുൽ ഇൽമു ബഗിയൻ ബൈനഹും, അവിടെയും ഇവർ തെറ്റിപ്പിരിഞ്ഞത് അവർ തമ്മിലുള്ള ബഗി മൂലമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നിട്ട് ഈ വേർതിരിവുകൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് കൽപ്പിക്കുന്നത് എന്താ? ഫലിദാലിക ഫദ, ഭിന്നിപ്പുകളും പുതിയ പുതിയ മതങ്ങളുടെയും മിസങ്ങളുടെയും ഉണ്ടാകലുമൊക്കെ അത് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ബാധ്യത എന്താ? സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യത ഫലിദാലിക ഫദ, നീ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം, ദഅവത്ത് നടത്തിക്കൊണ്ടേയിരിക്കണം. ഈ ഭിന്നിപ്പുകളും ഇങ്ങനെയുള്ള കക്ഷിത്വങ്ങളും ഒന്നും നിരാശരായി വീട്ടിൽ ഇനിയൊന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സത്യവിശ്വാസിയെ കൊണ്ടെത്തിക്കുവാൻ സാധ്യമല്ല. കാരണം അത് കാലാകാലങ്ങളിലായി മനുഷ്യർക്കിടയിൽ തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണെന്ത്? ഈ ഭിന്നിപ്പ് എന്നുള്ളത്. അപ്പോൾ അവിടെ കൃത്യമായി നമ്മോട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഫലിദാലിക ഫദ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നീ എന്ത് ചെയ്യണം? ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കണം. വസ്തഖിം കമാ ഉമിർത, നിന്നോട് എങ്ങനെയാണോ അള്ളാഹു കൽപ്പിച്ചത് അതുപോലെ ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കണം. വലാ തത്തബി അഹ്വാഅഹും, ഈ മതക്കാരുടെ ഇച്ഛകളെ, ദേഹേച്ഛകളെ താങ്കൾ പിന്തുടരരുത്. വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ, അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഏതൊരു വേദത്തിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു എന്ന് നീ പ്രഖ്യാപിക്കുക. വ ഉമിർതു ലിഅഅദില ബൈനക്കും, നിങ്ങൾക്കിടയിൽ നീതിയോടുകൂടി വർത്തിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുനാ വ റബ്ബുക്കും,
ജനങ്ങളോട് പറയേണ്ടത് നിങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ പരിപാലകനും അല്ലാഹുവാകുന്നു, പ്രപഞ്ച സൃഷ്ടാവാകുന്നു. ലനാ അഅമാലുനാ വലക്കും അഅമാലക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മവും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മവുമാണുള്ളത്. അതിൻ്റെ ബാധ്യത ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുമാണ് ഏറ്റെടുക്കേണ്ടത്. ലാ ഹുജ്ജത ബൈനനാ വ ബൈനക്കും. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ എന്തിൻ്റെ ആവശ്യമില്ല? ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. അല്ലാഹു യജ്മഉ ബൈനനാ, കാരണം അല്ലാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. വ ഇലൈഹിൽ മസീർ, അവനിലേക്കാകുന്നു മടക്കം. അപ്പോൾ എത്ര തന്നെ ഉൾപ്പിരിവുകളുണ്ടെങ്കിലും കക്ഷിത്വങ്ങളുണ്ടെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ധാരയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പലയിടങ്ങളിലായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് ഹജ്ജിൻ്റെ 17-18 ആയത്തുകൾ. അതിൽ അല്ലാഹു ആദ്യം ലോകത്തുള്ള സകല മതങ്ങളെയും എടുത്തു പറഞ്ഞു. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ വിവിധ വന്നിട്ടുള്ള അമ്പിയാക്കളിൽ വിശ്വസിക്കുകയും വേദങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്ത ആളുകൾ, അവരാണ് ഈമാനുള്ള ആളുകൾ. വല്ലദീന ഹാദു, യഹൂദർ. വസ്വാബിയീന, സാബിയങ്ങളായിട്ടുള്ള ആളുകൾ, അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥകൽപ്പനകളുണ്ട്. വൻ നസ്വാറ, ക്രിസ്ത്യാനികൾ. വൽ മജൂസ, അഗ്നി ആരാധകർ. വല്ലദീന അശ്റകു, ബഹുദൈവ വിശ്വാസികൾ. ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, ഈ വിഭാഗക്കാരുടെ ഇടയിൽ അള്ളാഹു എന്ത് ചെയ്യും? വിധി കൽപ്പിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, കാരണം വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള എല്ലാവരും ചെയ്തത് കാലാകാലങ്ങളായി അള്ളാഹു അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? കൃത്യമായി അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദീൻ, അള്ളാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ദീനിനെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അലം തറ, നീ കണ്ടില്ലേ? അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള് വമൻ ഫിൽ അർള്, സപ്തവാനങ്ങളിലും ഭൂമിയിലുമുള്ള ആളുകളെല്ലാം തന്നെ ആ പ്രപഞ്ച സൃഷ്ടാവിന് പ്രണാമം അർപ്പിക്കുന്നു, അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു, പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് സമ്പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? വകസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളും. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു ദീനുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കൽപ്പനകൾക്ക് അത് സമ്പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ദീൻ. അതാണ് നമ്മോട് ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നതും. അപ്പോൾ അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് നമുക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് ഇബ്രാഹിമിലെ 4-ാമത്തെ ആയത്തുണ്ട്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമിഹി, ജനങ്ങളുടെ ഭാഷയിലല്ലാതെ, ജനങ്ങളുടെ മാതൃഭാഷയിലല്ലാതെ ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളിൽ മാത്രം ദഅവത്ത് പരിമിതപ്പെടുത്തിയിരിക്കുന്ന നമ്മൾ പൊതുപ്രഭാഷണങ്ങളിലും ഇപ്പോൾ യൂട്യൂബ് ചാനലുകളുടെയും ഒക്കെ തന്നെ ഇസ്ലാം, ദീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇസ്ലാമിൻ്റെ സാങ്കേതിക പദങ്ങൾ മലയാളികൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മളിപ്പോഴും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം മാത്രമേ രക്ഷയ്ക്ക് മാർഗമുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഇയാൾക്ക് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു പ്രശ്നം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൃത്യമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂടുതൽ വിശദീകരണം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് സാമുദായികതയിലേക്കല്ല, മറിച്ച് ഈ പ്രപഞ്ച സൃഷ്ടാവിന് കീഴൊതുങ്ങുക എന്ന അൽ ഇസ്ലാം എന്ന തത്വത്തിലേക്കാണ്. സൂറത്ത് ബക്കറയുടെ 111 മുതലുള്ള ആയത്തുകളിൽ പരിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. വഖാലു, അവർ പറഞ്ഞു, വിവിധ മതക്കാർ, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, സമുദായവാദക്കാരുടെ പ്രത്യേകതയാണത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നാലല്ലാതെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കില്ല എന്നാണ് ഈ മതക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഹൂദരും ക്രിസ്ത്യാനികളെയുമാണ് അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് തിൽക അമാനിയുഹും, അത് നിങ്ങളുടെ വ്യാമോഹമാണ്. ഖുൽ ഹാത്തു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ നിങ്ങളതിന് തെളിവ് കൊണ്ടുവരുവിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. എന്നിട്ട് അള്ളാഹു എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ബല, എന്നാൽ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ
മുഹ്സിനായിക്കൊണ്ട് ആരാണോ പ്രപഞ്ച സിട്ടാവിന് തൻ്റെ സർവസ്വവും സമർപ്പിക്കുന്നത് ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, അവനാണ് അവൻ്റെ പരിപാലകനിൽ രക്ഷിതാവിൽ പ്രതിഫലമുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അപ്പോൾ ഈ ഭൗതിക അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ മതക്കാരുടെ വാദത്തെ നിരാകരിച്ചുകൊണ്ട് സത്യത്തിൽ ഈ മനുഷ്യരൊക്കെ തന്നെ അവർക്ക് പ്രപഞ്ച സിട്ടാവിലൂടെ ദൈവദൂതന്മാരിലൂടെ വേദങ്ങളിലൂടെ അവതീർണമായിരിക്കുന്ന ഈ പ്രപഞ്ച സിട്ടാവിന് മാത്രമുള്ള സമർപ്പണത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തോട് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് എന്താ? കുൽ, നീ പ്രഖ്യാപിക്കുക, ആമന്നാ ബില്ലാ, ഞങ്ങൾ സർവേശ്വരനിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോൾ അള്ളാഹു എന്നുള്ളൊരു പദം അത് മലയാളികളോട് എങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അറബികളായ ആളുകൾ ദൈവത്തിന് രണ്ട് പേരുകൾ പറഞ്ഞിരുന്നു, ഒന്ന് ഇലാഹ് എന്നുള്ളതും ഒന്ന് അള്ളാഹു എന്നുള്ളതും. അള്ളാഹു എന്നുള്ളത് പ്രപഞ്ച സൃഷ്ടാവായ ഒരു ശക്തിക്ക് മാത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇലാഹ് എന്ന പദമാണ് അവർ അള്ളാഹുവിന് പുറമെ ആരാധിച്ചിരുന്ന ശക്തി വ്യക്തി വസ്തുക്കൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ കൃത്യമായി ഒരു മലയാളി സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്നുള്ളത് നമ്മളെങ്ങനെ പരിഭാഷപ്പെടുത്തി കൊടുക്കണം? അവർ അവരുടെ ഭാഷയിൽ മാതൃഭാഷയിൽ എന്താണോ പ്രപഞ്ച സൃഷ്ടാവിനെ വിളിക്കുന്നത് ആ രൂപത്തിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൽ ആ ഒരു ദാവത്തിൽ നമുക്ക് അതിൻ്റെ പ്രയോജനം കൂടുതൽ ലഭിക്കുക എന്നുള്ളതാണ്. കുൽ ആമന്നാ ബില്ലാ, നീ പറയുക ഞങ്ങൾ സർവേശ്വരനിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് ആ ദൈവം അവതരിപ്പിച്ചതിലും വമാ ഉൻസില അല ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സകല പ്രവാചകന്മാരെയും അള്ളാഹു എടുത്തു പറയുകയാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പേരുകളൊക്കെ തന്നെ അത് സെമിറ്റിക് മത പ്രവാചകന്മാരുടെ പേരുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചരിത്രം മാറ്റിവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എങ്ങനെ ഈ ഒരു സമൂഹത്തിന് നമ്മൾ ദൈവദൂതന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൂടുതൽ നമുക്ക് പ്രസ്താവിക്കാം. അപ്പോൾ ഈ പേരുകൾ പറഞ്ഞുകൊണ്ട് ഈ ദൈവദൂതന്മാർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വന്നബിയ്യൂന ബിർ റബ്ബിഹിം, ആ ദൈവദൂതന്മാർക്ക് മുഴുവനും അവതരിപ്പിക്കപ്പെട്ടതിൽ അവരുടെ പരിപാലകരിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്ക് ആർക്കുമിടയിലും ഞങ്ങൾ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. വനഹനു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴ്പ്പെട്ടവരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം മുസ്ലിം എന്നുള്ള പദം, ഇപ്പം മുസ്ലിം എന്നുള്ള പദം സാമുദായികമായിട്ടാണ് നമ്മുടെ ആളുകൾ എന്ത് ചെയ്യുന്നത്, അതിനെ കാണുന്നത്. സത്യത്തിൽ ഇവിടെ മുസ്ലിം എന്നുള്ള പദത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഇസ്മായിട്ടാണോ സിഫത്തായിട്ടാണോ? സിഫത്തായിക്കൊണ്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇപ്പോൾ പലയിടങ്ങളിലും ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം, മൻ വശ ഫലൈസ മിന്ന, ആരെങ്കിലും വഞ്ചിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം അല്ല എന്നാ. അൽ മുസ്ലിമു ലാ യക്ദിബു, ഒരു മുസ്ലിം എന്ത് ചെയ്യില്ല, കളവ് പറയില്ല. അപ്പൊ കളവ് പറയുന്നവൻ ആരല്ല? മുസ്ലിം അല്ല. ഈ ഒരു ബോധ്യം നമ്മുടെ ഈ സമൂഹത്തിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാത്തിടത്തോളം കാലം അവർക്ക് ഈ മുസ്ലിം അസ്ലിം എന്ന് പറയുന്നതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. അത് അവർക്ക് വിഭാഗീയമായിട്ട് മാത്രമേ അവർക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ സിഫത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് സർവസ്വവും സമർപ്പിച്ച ആളുകൾ ആ ദൈവദൂതന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട എല്ലാ വേദങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു വന്ന് പറയുന്നത്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഈ അൽ ഇസ്ലാം അല്ലാത്ത ഒരു ആദർശത്തെ ആരെങ്കിലും ദീനായി സ്വീകരിച്ചാൽ, ആഗ്രഹിച്ചാൽ, ഫലൻ യുഖ്ബല മിൻഹു, അത് അവനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവർ നാളെ പരലോകത്ത് നഷ്ടക്കാരിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് മതമുണ്ടാക്കുകയും സമുദായവാദം ഉന്നയിക്കുകയും അതിൽ തന്നെ സ്വയം കർമ്മങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അത് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുവാൻ അള്ളാഹു ബാധ്യസ്ഥനാണോ? അല്ലല്ലോ. അപ്പോൾ ആ നിലക്ക് അള്ളാഹു കൃത്യമായി ഖണ്ഡിതമായി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് സൂറത്ത് ആലിംറാനിലെ 19-ാമത്തെ ആയത്ത്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദൈവത്തിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു ആദർശം, ജീവിത നിയമവ്യവസ്ഥ, അത് അദ്ദീൻ എന്നുള്ളത് അൽ ഇസ്ലാം മാത്രമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സർവേശ്വരനുള്ള സമ്പൂർണമായ സമർപ്പണം.
വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയം ബൈനഹും. അവിടെ വീണ്ടും അള്ളാഹു പറയുകയാണ്, ഈ ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായ, പൂർവ്വവേദക്കാർക്ക് വളരെ കൃത്യമായ വിവരങ്ങൾ വന്നു കിട്ടിയതിന് ശേഷം തന്നെയാണ് അവർ എന്ത് ചെയ്തത്, ഈ കാര്യത്തിൽ ഭിന്നിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് ഏറ്റവും ജനങ്ങളെ വിറളി പിടിപ്പിക്കുന്ന ഒരു വാക്കാണിത്. നമുക്ക് ഏറ്റവും പറയാൻ പ്രയാസമുള്ളൊരു വാക്കുമാണിത്, അല്ലേ? അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ പല സമ്മേളനങ്ങളിലും, മുസ്ലിം സമൂഹത്തിൻ്റെ പല സമ്മേളനങ്ങളിലും നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സ്വാമി, അദ്ദേഹം ഈ ഒരു ആയത്തങ്ങട്ട് ഓതിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖമങ്ങ് ചുവന്ന് തുടുത്തു. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അദ്ദേഹത്തെയും കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് മൂപ്പര് വന്ന് 2 വാക്ക് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അദ്ദേഹത്തിന് തീരെ അംഗീകരിക്കുവാൻ പറ്റാത്തൊരു കാര്യം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നുള്ളതാണ്. അദ്ദേഹത്തെ കുറ്റം പറയാൻ നമ്മൾ ആളല്ല, കാരണം അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു വശം. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? തർക്കിക്കും. തൊട്ടുടനെ അള്ളാഹു പറഞ്ഞ ഫൈൻ ഹാജൂക്ക, അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ ഫക്കുൽ, നീ എന്ത് പറയണം? അസ്ലംതു വജ്ഹിയ ലില്ലാഹി വമൻ ഇത്തബഅൻ, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും സർവ്വലോക സൃഷ്ടാവിന് എന്ത് ചെയ്തിരിക്കുന്നു? സമ്പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്നു. വകുല്ലില്ലദീന ഊതുൽ കിതാബ വൽ ഉമ്മയീന, പൂർവ്വ വേദങ്ങൾ നൽകപ്പെട്ടവരോടും വേദവിജ്ഞാനം നൽകപ്പെടാത്ത ഉമ്മീയങ്ങളായ ആളുകളോടും ചോദിക്കുക, അസ്ലംതും, നിങ്ങൾ ആ സൃഷ്ടാവിനും സമ്പൂർണ്ണമായി കീഴൊതുങ്ങുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഫൈൻ അസ്ലമു, എന്നിട്ട് അവർ സമ്പൂർണ്ണമായി കീഴൊതുങ്ങിയാൽ, മുസ്ലിമായാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി കഴിഞ്ഞാൽ ഫഖദ് ഇഹ്തദൗ, എങ്കിൽ അവർ നേർമാർഗം പ്രാപിക്കും. വൈൻ തവല്ലൗ, അല്ല ഇനി അവർ പിന്തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കളായി ഉണ്ടാക്കിയിട്ടുള്ള, ഞങ്ങൾ ആചരിച്ചു വരുന്ന ഞങ്ങളുടെ നാട്ടിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മതം തന്നെ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ ഫൈന്നമാ അലൈക്കൽ ബലാഗ്, നിന്റെ ബാധ്യത എന്താ? ഈ സന്ദേശങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു തൻ്റെ അടിമകളെ സംബന്ധിച്ച് കൃത്യമായി കണ്ടറിയുന്നവനാകുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? അതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് വെച്ച് നടപടിയെടുക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ മനുഷ്യരെ മുഴുവനും കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് വിവിധ പ്രവാചക സമൂഹങ്ങളാക്കി അള്ളാഹു തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സർവ്വമത സത്യവാദത്തിൻ്റെയും സർവ്വവേദ സത്യവാദത്തിൻ്റെയും വളരെ പ്രധാനമായിട്ടുള്ളൊരു പോയിൻ്റാണിത്. അള്ളാഹു മനുഷ്യ സമൂഹത്തെ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് വിവിധ പ്രവാചക സമൂഹങ്ങളാക്കി തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിവിധ ആയത്തുകളിൽ അള്ളാഹു അത് എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് അറാഫിലെ 34-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലി കുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ സമൂഹത്തിനും ഒരു കാലഘട്ടമുണ്ട്. സൂറത്ത് യൂനുസിലെ 47-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലി കുല്ലി ഉമ്മത്തിൻ റസൂൽ, അങ്ങനെയുള്ള ഓരോ സമൂഹത്തിലേക്കും ഓരോ പ്രവാചകനുമുണ്ട്. ലി കുല്ലി അജലിൻ കിതാബ്, അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിലേക്കും അള്ളാഹു ഓരോ വേദവും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സമൂഹത്തെയും അള്ളാഹു ഒരു കാലഘട്ടമാക്കി വേർതിരിച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിലേക്ക് അള്ളാഹു വേദങ്ങൾ അവതരിപ്പിക്കുകയും ആ കാലഘട്ടത്തിലേക്ക് പ്രത്യേകമായി ദൂതന്മാരെ നിയോഗിക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല. അങ്ങനെയാണ് മനുഷ്യ സമൂഹത്തെ വിവിധ പാർട്ടികളായി, വിവിധ സമൂഹങ്ങളാക്കി അള്ളാഹു വേർതിരിച്ചിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, യാ ബനി ആദം സന്തതികളെ, ഇമ്മാ യഅതി അന്നക്കും റുസുലും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ നിങ്ങളിലേക്ക് വന്നെത്തിയാൽ യഖുസൂന അലൈക്കും ആയാത്തി, എൻ്റെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട്, ഫമനിത്തഖ, ആരെങ്കിലും ആ ദൈവകൽപ്പനകൾ അനുസരിക്കുകയും അസ്ലഹ, നിലപാട് നന്നാക്കുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ ഇത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്തതികൾ, അതായത് മനുഷ്യരെ മുഴുവൻ പൊതുവായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലേക്കും ദൈവം അയക്കുന്ന ദൈവദൂതന്മാരെ പിൻപറ്റിക്കൊണ്ട് അവരിലേക്ക് ദൈവം അവതരിപ്പിക്കുന്ന വേദത്തെ പിൻപറ്റിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? അവർ സന്മാർഗത്തിലാകുവാൻ. അപ്പോൾ മാത്രമേ അവർക്ക് കൃത്യമായി സന്മാർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദൈവദൂതന്മാരൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ വന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, ഓരോ സമൂഹത്തിലേക്കും നാം ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അനി അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നിങ്ങളെ സൃഷ്ടിച്ച സർവേശ്വരനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. വജ്തനിബുത് താഗൂത്ത്, അവനല്ലാത്ത എല്ലാവിധ കൽപ്പിത ദൈവങ്ങളെയും എല്ലാവിധ ശക്തി വ്യക്തി വസ്തുക്കളെയും നിങ്ങൾ എന്ത് ചെയ്യണം? വർജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ
ഉമ്മത്തിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവദൂതന്മാരെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നത്. ഇനി ആ വേദങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല ചുമതലപ്പെടുത്തിയത് ആരെയാണ്? സൂറത്ത് മാഇദയുടെ 44-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, ആ തൗറാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു അത് പറഞ്ഞിരിക്കുന്നത്. വറബ്ബാനിയൂന വൽ അഹ്ബാറു ബിമസ്തുഹ്ഫിദു മിൻ കിതാബില്ലാഹി വകാനു അലൈഹി ശുഹദാ. അവരിൽപ്പെട്ട പണ്ഡിത പുരോഹിതന്മാർ ആ വേദങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളായിരുന്നു. വകാനു അലൈഹി ശുഹദാ, അതിന് അവർ സാക്ഷികളുമായിരുന്നു എന്നാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിയ വേദങ്ങളെയും ആ കാലഘട്ടത്തിന് ശേഷം ആ പ്രവാചകന്മാർക്ക് ശേഷം അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് ആ സമൂഹത്തിലെ തന്നെ പണ്ഡിത പുരോഹിതന്മാർക്കായിരുന്നു. എന്നിട്ട് അള്ളാഹു ഫലാ തഖ്ഷൗ ഉന്നാസ വഖ്ഷൗനി, നിങ്ങൾ ജനങ്ങളെ പേടിക്കരുത്, എന്നെ മാത്രം ഭയപ്പെടുക. വലാ തശ്തറൂ ബി ആയാതി സമനൻ ഖലീല, തുച്ഛമായ വിലക്ക് വേണ്ടി നിങ്ങൾ ഈ ആയത്തുകളെ ദൈവവചനങ്ങളെ വിറ്റ് കളയരുത് എന്ന് അള്ളാഹു അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മുൻ വേദങ്ങൾക്ക് പിന്നെന്താ സംഭവിച്ചത്? സ്വാഭാവികമായും ആ ദൈവദൂതന്മാർക്ക് ശേഷം ആ സമൂഹത്തിലെ പണ്ഡിത പുരോഹിതന്മാർ എന്ത് ചെയ്തു? ആ വേദത്തിൽ കൈകടത്തുകയും അവർക്ക് ആവശ്യമുള്ളത് നിലനിർത്തുകയും അവർക്ക് ആവശ്യമില്ലാത്തത് എടുത്തു കളയുകയും അവർക്ക് ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് ആ വേദങ്ങളെ വികലമാക്കി തീർത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സൂറത്ത് ബഖറയുടെ 79-ാമത്തെ ആയത്തിൽ 3 പ്രാവശ്യം ഒരൊറ്റ ആയത്തിൽ അള്ളാഹു നാശം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ ലിയശ്തറൂ ബിഹി സമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദിഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. 3 പ്രാവശ്യമാണ് അള്ളാഹു അത്തരത്തിലുള്ള പണ്ഡിത പുരോഹിതന്മാരെ ശപിച്ചിരിക്കുന്നത്. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും ഇത് ദൈവത്തിൽ ഉള്ളതാണ് എന്ന് പറയുകയും ചെയ്ത ആളുകൾക്ക് നാശം. അവർ സമ്പാദിച്ച വകയിലും അവർ എഴുതിയുണ്ടാക്കിയ വകയിലും അവർ അതുകൊണ്ട് സമ്പാദിച്ച വകയിലും അവർക്ക് നാശം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. എന്നാൽ അന്തിമവേദമായ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്ത് ചെയ്തു? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം അള്ളാഹു തന്നെ സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൽ മാറ്റത്തിരുത്തലുകളില്ലാതെ ലോകാവസാനം വരെ അത് നിലനിൽക്കും എന്നത് പരിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ ഈ കിതാബ് ലികുല്ലി അജലിൻ കിതാബ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് യംഹുല്ലാഹു മാ യശാഉ വ യുസ്ബിത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ മായ്ച്ചു കളയുന്നു, എടുത്തു കളയുന്നു. അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. വഇൻദഹു ഉമ്മുൽ കിതാബ്. കാരണം എന്താ? മൂലവേദം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ വിവിധ കാലഘട്ടങ്ങളിൽ അള്ളാഹു പൂർവ്വവേദങ്ങളെ നസ്ഖ് ചെയ്യുകയും എന്നിട്ട് പരിശുദ്ധ ഖുർആനിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തതാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവിടെ പരിശുദ്ധ ഖുർആൻ മാപ്പിളമാരുടേതാണ് എന്നൊരു ധാരണയിൽ നിന്നാണ് സത്യത്തിൽ ഈ ആളുകൾ ഈ പരിശുദ്ധ ഖുർആനെ വേറൊരു കണ്ണിലൂടെ നോക്കിക്കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് പരലോകത്തെ വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. സൂറത്ത് ജാസിയയിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയ. പരലോകത്ത് ഓരോ സമൂഹവും മുട്ടുകുത്തിയ നിലയിൽ വരുന്നതായി നിനക്ക് കാണാം. കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹ. ഓരോ സമൂഹവും അവർക്ക് നൽകപ്പെട്ട വേദത്തിലേക്ക് വിളിക്കപ്പെടും. എന്തിനു വേണ്ടി? വിചാരണയ്ക്ക് വേണ്ടി. കിതാബിയ അൽയൗമ തുജ്സൗന മാ കുന്തും തഅമലൂൻ. ഇന്ന് നിങ്ങൾ പ്രവർത്തിച്ചതിന് അല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. അപ്പോൾ ഓരോ സമൂഹത്തെയും നാളെ പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളിലേക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവരിലേക്ക് ഇറക്കപ്പെട്ട പ്രവാചകന്മാരായിരിക്കും അവരുടെ സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവരിക എന്നും സൂറത്ത് നഹലിലെ 89-ാമത്തെ ആയത്തിൽ അള്ളാഹു അത് പറഞ്ഞിരിക്കുന്നത് വയൗമ നബഅസു ഫീ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം. ഓരോ സമൂഹത്തിനും അവരിൽ നിന്നുള്ള സാക്ഷികളെ നാം നിയോഗിക്കും, കൊണ്ടുവരും. വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ. ഈ സമൂഹത്തിന് വേണ്ടി, അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് വേണ്ടി താങ്കളെ നാം സാക്ഷിയായി കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ നാളെ പരലോകത്ത് ഓരോ കാലഘട്ടത്തിലുള്ള ആളുകളെയും അള്ളാഹു വിചാരണ ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദത്തിൻ്റെയും അവരിലേക്ക് അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന ദൈവദൂതന്മാരുടെയും അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുക? നാളെ പരലോകത്ത് വിചാരണ ചെയ്യുക. ഉദാഹരണമായിക്കൊണ്ട്
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ആളുകൾ ആരുടെ സമൂഹമാണ്? മൂസാ നബിയുടെ സമൂഹമാണ്. ഈസാ നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആളുകൾ ഈസാ നബിയുടെ സമൂഹമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ലോകാവസാനം വരെയുള്ള ആളുകൾ മുഹമ്മദ് നബിയുടെ സമൂഹമാണ്. അപ്പോൾ മൂസാ നബിയുടെ സമൂഹത്തിലുള്ള ആളുകളെ തൗറാത്തിൻ്റെ, പഴയ നിയമത്തിൻ്റെ തോറയുടെ അടിസ്ഥാനത്തിൽ, തൗറാത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ ചെയ്യുക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെ ഇഞ്ചീൽ അനുസരിച്ചുകൊണ്ടാണ് വിചാരണ ചെയ്യുക. അവിടെ ഈസാ നബി ആയിരിക്കും സാക്ഷി, അപ്പുറത്ത് മൂസാ നബി ആയിരിക്കും സാക്ഷി. അപ്പോൾ ആ നിലക്കാണ് അള്ളാഹു അതിനെ പരലോകത്ത് സംവിധാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാദം, സർവ്വവേദക്കാരുടെ വാദം, ഏത് കാലഘട്ടത്തിലെ വേദം പിൻപറ്റിയാലും മോക്ഷം ലഭിക്കും എന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഈ ഖുർആൻ്റെ ഈ ഒരു പരാമർശത്തെ നമ്മൾ മുഖവിലക്കെടുക്കുമ്പോൾ അള്ളാഹു മനുഷ്യ വംശത്തെ നോക്കിക്കാണുന്നതും അവരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിക്കുന്നതും അവരെ കാലഘട്ടങ്ങളായി വേർതിരിച്ചതും ഓരോ കാലഘട്ടത്തിലേക്ക് വേദം അവതരിപ്പിച്ചതും അവരിലേക്ക് ഓരോ കാലഘട്ടത്തിലേക്കും ദൈവദൂതന്മാരെ പ്രത്യേകമായി നിയോഗിച്ചതും ആ ദൈവദൂതന്മാരുടെയും ആ വേദത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നാളെ പരലോകത്തെ വിചാരണ എന്ന് വരികിലും എന്താണ് പിന്നെ ഈ ഒരു സർവ്വമത സത്യവാദത്തിൻ്റെ പ്രസക്തി എന്താ? അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഈ കാലഘട്ടത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ ആരാണ്? വേദമേതാണ്? അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നത്. സൂറത്ത് ആൽ ഇംറാന്റെ 81-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വൈദ് അഹദല്ലാഹു മീസാക്കൻ നബിയീന, അള്ളാഹു മുഴുവൻ പ്രവാചകന്മാരോടും ശക്തമായ കരാർ വാങ്ങിയിട്ടുണ്ട്. ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വ ഹിക്മത്തിൻ, നിങ്ങളിലേക്ക് വേദവും വിജ്ഞാനവും വന്നെത്തുകയും സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅക്കും, പിന്നീട് നിങ്ങളുടെ കൈകളിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വരികയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്നഹു, നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം. എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു കരാർ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാം. ഇമാം റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞിരിക്കുന്നത്, അന്നൽ മുറാദ മിനൽ ആയത്തി അന്നൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം കാനു യഖുദൂനൽ മീസാഖ മിൻ ഉമമിഹിം, ഇത് ഓരോ കാലഘട്ടത്തിലുള്ള അമ്പിയാക്കന്മാരെല്ലാം അവരുടെ സമൂഹങ്ങളോട് വാങ്ങിയ കരാറിനെ സംബന്ധിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ബി അന്നഹു, തീർച്ചയായും ഇദാ ബുഇസ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായാൽ ഫൈന്നഹു യജിബു അലൈഹിം അൻ യുഅ്മിനു ബിഹി വ അൻ യൻസുറുഹു, അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണമെന്ന് ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും അതത് സമൂഹങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്? കരാർ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇമാം റാസി കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണം. വഹാദ ഖൗൽ കസീറിൻ മിനൽ ഉലമാ, ഭൂരിഭാഗം പണ്ഡിതന്മാരും അങ്ങനെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാണ്. മറ്റൊന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മാ ബഅസല്ലാഹു നബിയൻ, അള്ളാഹു ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല, മിനൽ അംബിയ ഇല്ല ഉഹിദ അലൈഹിൽ മീസാഖ്, ശക്തമായ ഒരു കരാർ വാങ്ങിയിട്ടല്ലാതെ, ലൈൻ ബഅസ മുഹമ്മദൻ വഹുവ ഹയ്യുൻ ലയുഅ്മിനന്ന ബിഹി വലയൻസുറുന്നഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണെങ്കിൽ, അവർ ജീവിച്ചിരിക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണെങ്കിൽ അവർ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം എന്ന ശക്തമായ കരാറ് വാങ്ങിക്കൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? നിയോഗിച്ചിട്ടില്ല. വ അമറഹു അൻ യഖുദൽ മീസാഖ അലാ ഉമ്മത്തിഹി, ഈ മീസാഖ്, ഈ കരാറ് അവരുടെ സമൂഹങ്ങൾക്കും ബാധകമാണ് എന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച 81-ന്റെ വിശദീകരണത്തിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള ഒരു പരാമർശം കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. സൂറത്ത് ബഖറയുടെ 146-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹും, മുൻപ് വേദം നൽകപ്പെട്ട ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്കറിയാമെന്നാണ്. എന്നാൽ വൈന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ, എന്നാൽ അവരിൽപ്പെട്ട ഒരു വിഭാഗം എന്ത് ചെയ്തു? അറിഞ്ഞുകൊണ്ട് ഈ സത്യത്തെ അവർ മൂടി വെച്ചു എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം നമുക്കറിയാം, ബൈബിളിലും മറ്റുമൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്കറിയാം. പക്ഷെ അത് സെമിറ്റിക് മതങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്
അത് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഹൈന്ദവ വേദങ്ങളിൽ, ചതുർവേദങ്ങളിലും ഉപനിഷത്തുക്കളിലും പുരാണങ്ങളിലും എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള പരാമർശങ്ങൾ വന്നു? ഭാരതീയ ദർശനങ്ങളും സെമിറ്റിക് മതങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഹൈന്ദവ വേദങ്ങളിൽ വരിക? ഇതെങ്ങനെ വന്നു? അപ്പോൾ ചരിത്രകാരന്മാർ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളൊരു കളവിനെ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പരാമർശത്തോടു കൂടി ഇവിടെ പരിശുദ്ധ ഖുർആൻ പൊളിച്ചടക്കുകയാണ്. ഇതേ കാര്യം 6-ാം അധ്യായത്തിലെ 20-ാമത്തെ വചനത്തിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. 19-ാമത്തെ വചനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് പറഞ്ഞു. എന്നിട്ട് തൊട്ടടുത്ത 20-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലദീന ആതൈനാഹുൽ കിതാബ യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഹും. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ച് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ ഈ പൂർവ്വവേദക്കാർക്ക് അറിയാമെന്നാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്ന തൗഹീദും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളും എങ്ങനെയാണ് ഈ പൂർവ്വവേദങ്ങളിൽ കൃത്യമായി പ്രതിപാദിക്കപ്പെട്ടത് എന്ന് ആലോചിച്ചാൽ തന്നെ അത് ലോകത്തേക്ക് വന്നിരിക്കുന്ന പ്രവാചകന്മാരുടെ ആ ശൃംഖലയെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ലോകത്ത് വന്നിട്ടുള്ള 99% പ്രവാചകന്മാരെയും വിശ്വസിക്കുകയും ബാക്കി 1% നിഷേധിക്കുകയും ചെയ്താൽ അയാൾക്ക് ഈമാൻ ഉണ്ടാവോ? ലോകത്തേക്ക് ദൈവം പറഞ്ഞയച്ചിരിക്കുന്ന സകല ദൈവദൂതന്മാരെയും അംഗീകരിക്കുകയും ഒരാളെ നിഷേധിക്കുകയും ചെയ്താൽ മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിന് തുല്യമാണത്. അപ്പോൾ സ്വാഭാവികമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിയോഗം എന്നുള്ളത് അത് മുൻകൂട്ടി തന്നെ പ്രവചിക്കപ്പെട്ടതും ആ മുൻ ദൈവദൂതന്മാരോടും അവരുടെ സമൂഹങ്ങളോടും അദ്ദേഹം ആഗതനായാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണമെന്നുള്ള കരാറോടുകൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് സൂറത്ത് അറാഫിലെ 158-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഖുൽ യാ അയ്യുഹന്നാസ്, പ്രവാചകനെ നീ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. ഇവിടെ യാ അയ്യുഹന്നാസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായ അന്നു മുതൽ ലോകാവസാനം വരെയുള്ള സകല ജനങ്ങളുമാണ്. അപ്പോൾ ഈ ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള ദൈവത്തിൻ്റെ ദൂതനാകുന്നു. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർള്, എൻ്റെ ആധികാരികത അത് ആരാണോ ഈ വാനലോകങ്ങളെയും ഭൂമിയുടെയും ഉടമപ്പെടുത്തിയിരിക്കുന്നത് അവനാകുന്നു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വ യുമീത്, അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, മറ്റൊരു ദൈവമില്ല. യുഹ്യി വ യുമീത്, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഫആമിനു ബില്ലാഹി വറസൂലിഹി, അതിനാൽ നിങ്ങൾ സർവേശ്വരനിലും അവൻ്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നിങ്ങൾ വിശ്വസിക്കുക. ആ പ്രവാചകൻ്റെ പ്രത്യേകത എന്താ? അന്നബിയുൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകൻ. ചരിത്രത്തിൽ അങ്ങനെ മറ്റൊരു വ്യക്തിത്വമില്ല, ആള് മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് തന്നെ നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾ വിശ്വസിക്കുക. അല്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി, ആ പ്രപഞ്ച സൃഷ്ടാവിലും അവൻ്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന ആ ഉമ്മിയായ നിരക്ഷരനായ ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുക. വത്തബിഊഹു, നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുക. ലഅല്ലക്കും തഹ്തദൂൻ, എങ്കിൽ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാത്ത, അനുധാവനം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹിദായത്ത് തടയപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു ഹദീസിൽ, സ്വഹീഹ് മുസ്ലിം 153-ൽ വന്നിരിക്കുന്ന ഒരു ഹദീസിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യം വലാ നസ്രാനിയ, ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു ആളുകൾ എന്നെക്കുറിച്ച് കേൾക്കുന്നു. യഹൂദിയ്യം വലാ നസ്രാനിയ, ഏത് മതക്കാരനായിക്കോട്ടെ, ഏത് വിഭാഗമായിക്കോട്ടെ, അവൻ എന്നെക്കുറിച്ച് കേൾക്കുന്നു. സുമ്മ യമൂത്തു, പിന്നീട് അയാൾ മരിച്ചു പോകുന്നു. വലം യുഅ്മിനു ബില്ലദീ ഉർസിൽതു ബിഹി, ഞാൻ നിയോഗിക്കപ്പെട്ട റിസാലത്തിൽ വിശ്വസിക്കാതെ അയാൾ മരിച്ചു പോകുന്നു. ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ, അവൻ നരകത്തിലാവുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കുകയും അതിന് സാക്ഷി പറയുകയും അത് അദ്ദേഹം കാണിച്ചു തന്ന മാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഏതൊരു മനുഷ്യനും ഈ കാലഘട്ടത്തിൽ രക്ഷ പ്രാപിക്കുവാൻ, മോക്ഷം ലഭിക്കുവാൻ, സ്വർഗം കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്.
നമുക്കെല്ലാവർക്കും അറിയുന്ന ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. മനുഷ്യനാഗരികതയുടെ ഉദ്ധാന പതനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചാൽ ശേഷം പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ. ഓരോ കാലഘട്ടത്തിലുള്ള ആളുകളും ഈമാനുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് വഅമിലു സ്വാലിഹാത്ത്, അവർ അമലു സ്വാലിഹാത്തുകൾ ചെയ്യണമെന്നുള്ളതാണ്. എന്താണ് അമലു സ്വാലിഹാത്ത്? ഓരോ ദൈവദൂതന്മാരും അതത് കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ദൈവികമായി പഠിപ്പിച്ചു കൊടുത്ത കർമ്മങ്ങളാണ് അമലു സ്വാലിഹാത്ത് എന്നുള്ളത്. ആരെങ്കിലും സ്വയം എടുത്തുണ്ടാക്കിയിട്ടുള്ള കർമ്മങ്ങൾ അത് എത്ര നല്ലതാണെങ്കിലും അത് അമലു സ്വാലിഹാത്തായി വേദം പഠിപ്പിക്കുന്നില്ല, അള്ളാഹു പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നുള്ളതിൽ കൃത്യമായി ഓരോ കാലഘട്ടത്തിലുള്ള മനുഷ്യരും ദൈവത്തെ, പ്രപഞ്ച സൃഷ്ടാവിനെ കൃത്യമായി ഈമാൻ കൊള്ളുകയും അതോടൊപ്പം തന്നെ അവരിലെ ദൈവദൂതന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവർ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടും, നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് കൃത്യമായി അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇനി ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഈ അഹ്ലു കിതാബുകളായിട്ടുള്ള ആളുകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആളുകളുടെ നിലപാടെന്തായിരുന്നു? അല്ലെങ്കിൽ ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടെന്താ? പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിലെ 101-ാമത്തെ ആയത്തിൽ അത് കൃത്യമായി പറഞ്ഞു. വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാ, ഈശ്വരൻ്റെ അടുക്കൽ നിന്ന് ഒരു പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ മുസദ്ദിഖുൽ ലിമാ മഅഹും, അദ്ദേഹം വന്നിരിക്കുന്നത് അവരുടെ കൈകളിലുള്ള വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്. നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ. എന്നാൽ അവരെന്ത് ചെയ്തു? ആ അള്ളാഹുവിൻ്റെ വേദത്തെ, ദൈവിക വേദത്തെ പിറകോട്ട് വലിച്ചെറിയുകയും ഒന്നും അറിയാത്തവരെ പോലെ നടിക്കുകയുമാണ് ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ വേദങ്ങളിൽ, പൂർവ്വവേദങ്ങളിൽ കൃത്യമായി പ്രതിപാദിക്കപ്പെട്ട തൗഹീദും അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും കൃത്യമായി ഉണ്ട് എന്നിരിക്കെ അതിൽ പ്രഖ്യാപിക്കപ്പെട്ട ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അദ്ദേഹത്തിലൂടെ അന്തിമ വേദം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ അംഗീകരിക്കാതെ മാറി നിന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളാണ്. കാരണം ഓരോ കാലഘട്ടത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞയച്ച ദൈവദൂതന്മാരെ ധിക്കരിക്കുക എന്നുള്ളത്, അവരിലൂടെ പടച്ചവൻ അവതരിപ്പിച്ച വേദത്തെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഭൂഷണമല്ല എന്ന് മാത്രമല്ല, അത് നാളെ പരലോകത്ത് ശാശ്വതമായ നഷ്ടത്തിലേക്കാണ് എന്നുള്ളത് കൃത്യമായി അള്ളാഹു ഒരുപാട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വേദങ്ങളൊക്കെ തന്നെ അതിൻ്റെ സാമാന്യമായി അതിനെ അംഗീകരിക്കുക, അത് വേദം എന്നുള്ള നിലക്ക് അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം പറയാം. മുഹമ്മദ് ഈസ, നമുക്കറിയാം, അദ്ദേഹം നല്ലൊരു ദാഴിയാണ്, പെരുമ്പാവൂരിലുള്ള. അപ്പോൾ ഈ സർവ്വവേദ സത്യവാദക്കാരനായ അയാൾ മുഹമ്മദ് ഈസയെ സമീപിച്ചു, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ഈസ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബൈബിൾ അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നു വെച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ സർവ്വവേദ സത്യവാദം പറയുന്നു, തൗറാത്തും ഇഞ്ചീലും അതൊക്കെ സത്യമാണ്, അതിനെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും അംഗീകരിക്കണമെന്നാണ് ഇയാൾ വാദിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് ഈസ എന്ത് ചെയ്തു? ബൈബിൾ തുറന്നു വെച്ചിട്ട് അതിൻ്റെ ഇൻഡെക്സ് അങ്ങോട്ട് തുറന്നു വെച്ചു. എന്നിട്ട് പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങളും പിന്നെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ലിസ്റ്റും അങ്ങ് പറഞ്ഞിട്ട് ഇയാൾ ചോദിച്ചു, ഇതിലേതാണ് തൗറാത്ത്, ഇതിലേതാണ് ഇഞ്ചീൽ? രണ്ടും അതിലില്ല. എന്നാൽ പൂർവ്വവേദങ്ങളിൽ ദൈവികമായ പരാമർശങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്നതൊക്കെ ദൈവികമായ പരാമർശങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് പരിശുദ്ധ ഖുർആനോട് യോജിച്ചു വരുമ്പോൾ അത് സത്യമാണ് എന്ന് നമ്മൾ സത്യപ്പെടുത്തുന്നു എന്ന് മാത്രം. കാരണം ഇന്ന് പരിശുദ്ധ ഖുർആന് മുമ്പുള്ള ഒരൊറ്റ വേദവും അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് നിലവിലില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം നിലവിലിരിക്കെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് മുമ്പുള്ള എല്ലാ വേദങ്ങളെയും പൊതുവായി അംഗീകരിക്കുകയും ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി, ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാർഗദർശനത്തിനായി ദൈവം അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിനെ നമ്മൾ പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ നിലക്കാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു കാര്യത്തെ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരുപാട് ആയത്തുകൾ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആയത്തുകളൊക്കെ തന്നെ ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതാണ്. അതിൽ ഒരായത്താണ് സൂറത്ത് ബഖറയുടെ 62-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അത്
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള എല്ലാ ആളുകളും അതിൽപ്പെടുന്നു. വല്ലദീന ഹാദു യഹൂദ മതക്കാർ, വൻ നസാറ ക്രിസ്ത്യാനികൾ, വസാബിയീന സാബിയങ്ങൾ, മൻ ആമന ബില്ലാ. ഇതിനെ ഷഹറാഫി വിശദീകരിച്ചിരിക്കുന്നത്, ആധുനിക പണ്ഡിതനായ ഷഹറാഫി ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത് ആദ്യം പറഞ്ഞ അല്ലദീന ആമനു എന്നുള്ളത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള സകല സത്യവിശ്വാസികളുമാണ്. മൻ ആമന ബില്ലാഹി എന്ന് പറഞ്ഞിരിക്കുന്നത്, മൻ ആമന എന്ന് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരിക്കുന്ന ഈ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വൽ യൗമിൽ ആഖിർ, അങ്ങനെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ച ആളുകൾ, വാമില സ്വാലിഹൻ, എന്നിട്ട് അമരു സ്വാലിഹാത്തുകൾ ചെയ്യുകയും, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ രക്ഷിതാവിൽ പ്രതിഫലമുണ്ട്, വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. അപ്പം നമ്മളിതേവരെ വിശദീകരിച്ച ഈ കാര്യങ്ങൾ മനസ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വളരെ ക്ലിയറാണ്. എന്നാൽ ഈ ആയത്ത് മാത്രം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുകയും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സമുദായങ്ങളും മതവാദക്കാരുമായി ജീവിക്കുന്ന ആളുകൾ ആ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും ജീവിച്ചാൽ അവർക്ക് സ്വർഗം ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ വൈരുദ്ധ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിലക്കാണ് പരിശുദ്ധ ഖുർആൻ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. സൂറത്ത് ബഖറയുടെ 135 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ കാര്യം വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിൽ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅക്കുമുർ റസൂൽ, നിങ്ങളിലേക്ക് ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നു, അർ റസൂൽ വന്നിരിക്കുന്നു, ബിൽ ഹഖ്, യാഥാർത്ഥ്യവുമായി കൊണ്ട്, മിർ റബ്ബിക്കും, നിങ്ങളുടെ പരിപാലകരിൽ നിന്ന്, ഫആമിനു ഖൈറൻ ലക്കും, നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുക, അതാണ് നിങ്ങൾക്ക് ഗുണകരം. വൈൻ തക്ഫുറു, ഇനി നിങ്ങൾ അദ്ദേഹത്തെ നിഷേധിക്കുകയാണെങ്കിൽ, ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെല്ലാം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വക്കാന അല്ലാഹു അലീമൻ ഹക്കീമ, കൃത്യമായി അള്ളാഹു കുറച്ച് ഗൗരവത്തിൽ അള്ളാഹു ഈ ഒരു കാര്യം ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയാണ്. മറ്റൊരായത്തിൽ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅക്കും ബുർഹാനും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പ്രമാണം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, കൃത്യമായ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് ഇതാ നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഖുൽ യാ അയ്യുഹന്നാസ്, നീ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅക്കുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്കിതാ യാഥാർത്ഥ്യം വന്നെത്തിയിരിക്കുന്നു. ഫമൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, ആരെങ്കിലും നേർമാർഗം പ്രാപിക്കുകയാണെങ്കിൽ അവന് വേണ്ടിയാണ് നേർമാർഗം പ്രാപിക്കുന്നത്. വമൻ ദല്ല, ഇനി ആരെങ്കിലും പിഴച്ചു പോവുകയാണെങ്കിൽ, ഇത് അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ, ഫഇന്നമാ യദില്ലു അലൈഹ, അതിൻ്റെ ബാധ്യതയും അവന് തന്നെയാണ്. വമാ അന അലൈക്കും ബി വക്കീൽ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ കാര്യങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. സൂറത്ത് ബഖറയുടെ 135 മുതലുള്ള ആയത്തിൽ കാലു, അവർ പറഞ്ഞു, കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു, നിങ്ങൾ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഈ ഒരു വിഷയത്തെ നമ്മൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ പറഞ്ഞു, നിങ്ങൾ യഹൂദികളോ ക്രിസ്ത്യാനികളോ അങ്ങനെ ഞങ്ങളുടെ മതത്തിലേക്ക്, ഇപ്പോൾ നമുക്കറിയാം ഗർവാപ്പസി അത് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ഈ മതക്കാരൊക്കെ തന്നെ അവരുടെ മതത്തിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുൽ ബൽ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, അല്ല, ഋജുമാനസനായ ഇബ്രാഹിമിൻ്റെ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, കൂലു, നിങ്ങൾ പ്രഖ്യാപിക്കുക, ആമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലൈന വമാ ഉൻസില അലാ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയ്യൂന ബിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. അപ്പോൾ ഈ പ്രവാചകന്മാരെ മുഴുവൻ എടുത്തു പറഞ്ഞുകൊണ്ട് എല്ലാവരിലേക്കും അവതരിപ്പിക്കപ്പെട്ട എല്ലാത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ആ പ്രപഞ്ച സൃഷ്ടാവിന് കീഴൊതുങ്ങിയവരുമാകുന്നു. ഇവിടെ നമ്മൾ ഇന്ത്യയിലുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വേദപരാമർശങ്ങൾ, അതിൽ അഥർവവേദത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് കൽക്കിയായിക്കൊണ്ടാണ്. അതിന് തൊട്ടു മുമ്പുള്ള യുഗം എന്നുള്ളത് ദ്വാപരയുഗമാണ്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനും കംസനും പിന്നെ പശുഭക്തിയുമാണ്, അല്ലേ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ളത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മൂസാ നബിയും ഫിറൗനും ഇസ്രായേലിയരുടെ പശുഭക്തിയുമാണ് അവിടുത്തെ വിഷയം. അതിനു മുമ്പുള്ളതാരാ? ത്രേതായുഗം. ത്രേതായുഗത്തിൽ ശ്രീരാമനാണ്. ശ്രീരാമനിക്ക് 2 കുട്ടികളാണ്. ഭാര്യയെ എന്ത് ചെയ്തു? കാട്ടിലേക്ക് അയച്ചു. ഒരു സഹോദരനാണ് ലക്ഷ്മണൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് 2 മക്കളാണ്. ഭാര്യ എന്ത് ചെയ്തു? മക്കയിലേക്ക് പറഞ്ഞയച്ചു. ഒറ്റയ്ക്ക് അവിടെ കൊണ്ടാക്കി വന്നല്ലോ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം.
ഇനി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏത് പുരാണങ്ങളനുസരിച്ചും അവതാരങ്ങളിൽ ഒന്നാമത്തേത് മത്സ്യാവതാരമാണ്. ഈ മത്സ്യാവതാരം എന്തുമായി ബന്ധപ്പെട്ടതാ? പ്രളയവുമായി ബന്ധപ്പെട്ടതാ അല്ലേ? അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണത്. അപ്പോൾ കൃത്യമായി ഈ കാര്യങ്ങളിലേക്ക് ഒന്ന് പഠനം നമുക്ക് ചെന്നെത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ ദഅവത്ത് അത് ഫലപ്രദമാകണമെങ്കിൽ, ആളുകൾക്ക് കൃത്യമായി ഈ ദീനിനെ തിരിച്ചറിയണമെങ്കിൽ, ഈ സെമിറ്റിക് മതങ്ങളും ഭാരതീയ ദർശനങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞാൽ പിന്നെ ദഅവത്ത് നടത്തിയ അവനെന്ത് ചെയ്യും? സ്വാഭാവികമായും ദേഷ്യം പിടിക്കും. അപ്പോൾ നമ്മുടെ ഈ പഠനങ്ങൾ കൃത്യമായി ആ ഒരു നിലക്ക് നമുക്ക് വന്നെത്തേണ്ടതുണ്ട്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഈ പ്രവാചകന്മാരെ മുഴുവൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം ബാബിലോണിയൻ സംസ്കാരം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മാറ്റിവെച്ചു, ആ സംസ്കാരത്തെ മാത്രം നമ്മളെ പഠിപ്പിച്ചു. അല്ല, മെസപ്പൊട്ടോമിയൻ സംസ്കാരം നൂഹ് നബിയെ മാറ്റിവെച്ചു, ഈ സംസ്കാരം മാത്രം നമ്മളെ പഠിപ്പിച്ചു. ബാബിലോണിയൻ സംസ്കാരം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മാറ്റിവെച്ചു, ആ സംസ്കാരത്തെപ്പറ്റി മാത്രം നമ്മളെ പഠിപ്പിച്ചു. നെയിൽ നദീതട സംസ്കാരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മാറ്റിവെച്ചു, ഈ ചരിത്രം മാത്രം പഠിപ്പിച്ചു. കാരണം ചരിത്രത്തിന് അമ്പിയാക്കളുമായിട്ടുള്ള ബന്ധത്തെ കൃത്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇസ്ലാമിലേക്ക് ആളുകൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ഈ പ്രവാചകന്മാരെ മുഴുവൻ ഇങ്ങനെ പേരെടുത്ത് പറയുമ്പോൾ ഇന്ത്യയിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ദഹിക്കാത്തതിൻ്റെ കാര്യം എന്താ? കാരണം അവർക്ക് ഇത് നമ്മളിലേക്ക് വന്ന പ്രവാചകനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഈ അടുത്ത അബ്ദുൽ ഹമീദ് മദീനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യന്മാരുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മൂന്നാമതൊരു ഭാര്യ ഉണ്ടായിരുന്നു, കത്തൂറ എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നാ. അവരുടെ മക്കളാണ് ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാർ എന്ന് അൽ ബിദായ വൻ നിഹായ എന്ന ഇബ്നു കസീറിൻ്റെ ചരിത്രഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ ബന്ധങ്ങളെ കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും വിവിധ മതങ്ങളെ, അതിലുള്ള തെറ്റുകൾ നമുക്ക് തിരിച്ചറിയുവാനും, എന്നാൽ അവരൊക്കെ തന്നെ പൂർവ്വ പ്രവാചകന്മാരുടെ സമൂഹങ്ങളാണ് എന്നുള്ള നിലക്ക്, പൂർവ്വ വേദക്കാരാണ് എന്നുള്ള നിലക്ക് അവരുമായി നമുക്ക് കൃത്യമായി പെട്ടെന്ന് ആശയവിനിമയം നടത്തുവാനും അവരെ കാര്യം ബോധ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഓരോ പ്രവാചകന്മാരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പിന്നീട് പറഞ്ഞു, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ഈ മതക്കാർ പറയുന്നത് അവരുടെ മതത്തിലേക്ക് ചെന്നാൽ മോക്ഷം കിട്ടുന്നതാണല്ലോ. അല്ല, ഈ ദൈവദൂതന്മാർ മുഴുവനും, ലോകത്തേക്ക് വന്ന ദൈവദൂതന്മാർ മുഴുവനും പഠിപ്പിച്ചതുപോലെ, ഈ പരിശുദ്ധ ഖുർആനിൽ ആളുകൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും. ഫൈനമാ അലൈക്കും ഫൈൻ, ഇനി അവർ പിന്തിരിയുകയാണെങ്കിലോ ഫൈനമാഹും ഫീ ഷിഖാഖ്, അവർ വ്യക്തമായ കക്ഷി മത്സരത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ കൃത്യമായി പരിശുദ്ധ ഖുർആനിലൂടെ ഈ കാര്യങ്ങളെ നമ്മൾ കൃത്യമായി പഠിക്കുന്ന സമയത്ത് ഈ ലോകത്തേക്ക് വന്നിരിക്കുന്ന ദൈവദൂതന്മാരുടെ ഒരു ശൃംഖലയും അതിലുള്ള വേദങ്ങൾ, അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളിൽ വന്നിരിക്കുന്ന സന്ദേശങ്ങളുടെ ഒരു താരതമ്യവും അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യവും കൃത്യമായി നമുക്ക് തിരിച്ചറിഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കതിനെ സത്യപ്പെടുത്തുവാനും അതിനെ അംഗീകരിക്കുവാനും അങ്ങനെ ദൈവദൂതന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കും. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വസ്തുത, ഇതുവരെ വിശദീകരിച്ചിരിക്കുന്ന വസ്തുതകളെ, ഒന്ന് മനുഷ്യ സമൂഹം ഒരൊറ്റ സമൂഹമാണ് എന്നുള്ള കാഴ്ചപ്പാട്, അവരെ വിവിധ പ്രവാചക സമൂഹങ്ങളാക്കി അള്ളാഹു വേർതിരിക്കുകയും ആ കാലഘട്ടത്തിലേക്ക് മാത്രമായിക്കൊണ്ട് അള്ളാഹു വേദങ്ങൾ അവതരിപ്പിക്കുകയും ആ കാലഘട്ടങ്ങളിലേക്ക് ദൈവദൂതന്മാരെ നിയോഗിക്കുകയും നാളെ പരലോകത്ത് വെച്ച് ആ കാലഘട്ടത്തിലുള്ള ആളുകളെ അവരിലേക്ക് വന്ന ദൈവദൂതന്മാരുടെയും അവരിലേക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നാളെ പരലോകത്ത് വിചാരണ ചെയ്യുകയും ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹു അവസാനമായി കലിയുഗത്തിൽ, വേദഭാഷയിൽ പറഞ്ഞാൽ കലിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ യുവത പുറത്തിറക്കിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവ്വവേദങ്ങളിൽ. മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് എഴുതിയ ഗ്രന്ഥമാണ്. കഴിയുമെങ്കിൽ ഓരോരുത്തരും അത് വായിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്തണം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമാണ് ഇന്നുള്ള ആളുകൾ എന്നുള്ള കൃത്യമായ ധാരണയോടുകൂടി വേണം നമ്മൾ ഈ സമൂഹത്തെ സമീപിക്കുവാൻ. അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചു കൊടുത്തതല്ല ഈ മതവാദവും സാമുദായികവാദവും എന്ന് നമ്മൾ കൃത്യമായി നമ്മൾ തിരിച്ചറിയുകയും ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം മനുഷ്യരുടെ എല്ലാവരുടെയും സൃഷ്ടാവ് ഏകനാണ്. അവരിലൂടെ
അവർക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൈവദൂതന്മാരും വേദങ്ങളുമൊക്കെ തന്നെ ഒരൊറ്റ സന്ദേശം മാത്രമായിരിക്കും സ്വാഭാവികമായും പഠിപ്പിച്ചിട്ടുണ്ടാവുക. ആ സന്ദേശം തന്നെയാണ് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നത്, ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ തന്നെ മരണാനന്തര ജീവിതം അത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും അതിലേക്ക് വന്നാൽ മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളത് സൂറത്ത് അറാഫിലെ 158-ാമത്തെ ആയത്തിൻ്റെയും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം നേരത്തെ ഉദ്ധരിച്ച ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വ്യക്തമാണെന്നിരിക്കെ പിന്നെ സർവ്വമത സത്യവാദത്തിൻ്റെയും സർവ്വവേദ സത്യവാദത്തിൻ്റെയും അടിസ്ഥാനമില്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഓരോ കാലഘട്ടത്തിൽ ദൈവം ഇറക്കിയിട്ടുള്ള ഇഞ്ചീലാകട്ടെ, സബൂറാകട്ടെ, തൗറാത്താവട്ടെ എല്ലാ വേദങ്ങളുടെയും അന്തസത്തയെ കൃത്യമായി നമ്മൾ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കും മുസ്ലിം ആകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു വിഷയം ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നസ്സായി പറഞ്ഞിരിക്കുന്ന, വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ആശയത്തെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അത് നിഷേധിക്കുകയാണെങ്കിൽ, അതിനെ തള്ളിക്കളയുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ ഈമാൻ അത് ദ്രവിച്ചു പോകുമെന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ ഇത് പച്ചക്ക് പറയുന്ന ആളുകളുണ്ട്. സർവമത സത്യവാദം അത് ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പച്ചക്ക് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അത് സത്യമാണ് എന്ന് ആരോടും പറയാതെ മനസ്സിൽ അംഗീകരിച്ചു കൊണ്ട് നടക്കുന്ന ആളുകളുമുണ്ട്. ഇത് രണ്ടും ഒരുപോലെ അപകടമാണ്. ഈ ഒരു കാര്യമാണ് നമ്മുടെ ഈമാൻ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മൾ അത് കൃത്യമായി ആലോചിക്കേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം ചില കാര്യങ്ങളാണ് നിങ്ങളുമായി, എൻ്റെ പഠനത്തിൽ വന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.